കോടി ക്ലബിലെ രാജാവ് ആരാന്ന് ചോദിച്ചാൽ മലയാള സിനിമയിൽ മറ്റൊരു പേരില്ല. ഒരുപക്ഷെ സൗത്ത് ഇന്ത്യയെ പോലും ഇത്രയ്ക്ക് കോടി ക്ലബിൽ ഇത്രയും കൃത്യമായിട്ട് എത്തുന്ന ഒരു നടൻ മോഹൻലാലില്ല, മറ്റൊരാളില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. കാരണം മോഹൻലാലിന്റെ ഒരുപാട് ചിത്രങ്ങൾ പരാജയപ്പെടുമ്പോഴും മോഹൻലാലിന്റെ ഒരു നല്ല സിനിമ, ഒരു മിനിമം ആവറേജ് സിനിമയ്ക്ക് മുകളിൽ വന്നാൽ അത് ഉറപ്പാണ് 100 കോടിയാണ്. കാരണം അത് ഫാമിലി ഓഡിയൻസിനെ കൂടുതൽ അട്രാക്ട് ചെയ്യുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. 2, ഫാമിലി ഓഡിയൻസ് എന്ന് പറയുമ്പം ആപാലവൃതം ജനങ്ങളുണ്ട്. കൊച്ചു പിള്ളേർ പോലെ 100 വയസ്സുള്ളവർ വരെ ഈ സിനിമ, ഏത് സിനിമ കാണാൻ മോഹൻലാലിന്റെ അത്യാവശ്യം അഭിപ്രായം കേട്ട് കഴിഞ്ഞാൽ സിനിമ കാണാൻ ഇടിച്ചു കുത്തി കയറി വരും. ഇതിനിടയിൽ അതിഗംഭീര ബോക്സ് ഓഫീസ് ഫ്ലോപ്പുകൾ ഉണ്ടെങ്കിൽ പോലും, ഇപ്പം മലയക്കോട്ടെ വാലിബനോ അല്ലെങ്കിൽ ബാക്കിയുള്ള അതുപോലെ ഒരുപാട് സിനിമ ഉണ്ടെങ്കിൽ പോലും മോഹൻലാലിന്റെ ഒരു ആവറേജിന് മുകളിൽ അഭിപ്രായം കിട്ടിക്കഴിഞ്ഞാൽ അതിഗംഭീരം. പിന്നെ അതിഗംഭീരമായ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, ഇതെല്ലാം കൂടെ ചേർന്ന് മോഹൻലാൽ നടന്റെ അഭിനയത്തെക്കുറിച്ച് നമ്മളൊന്നും പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, അതിഗംഭീര നടനാണ്. പക്ഷേ ബോക്സ് ഓഫീസിൽ മോഹൻലാൽ ഒരു ഒറ്റയാൻ പ്രകടനം തന്നെയാണ് 2020 ശേഷം, അല്ലെങ്കിൽ 2019 മുതൽ ഒരു 5-6 കൊല്ലത്തേക്ക് ഈ 100 കോടി ക്ലബിലൊക്കെ 16 പടങ്ങളെങ്ങാണ്ട് മൊത്തത്തിൽ വന്നേക്കുന്നത്. അതിനകത്ത് 5, അതായത് 1/3 സിനിമകളും മോഹൻലാലിന്റെ മാത്രമാണ്. ഇനി ബാക്കിയുള്ളവർക്കൊക്കെ ഇതിനോട് എത്താൻ പറ്റുമെന്ന് പറയുമ്പോൾ വീണ്ടും മോഹൻലാൽ അടുത്ത 100 കോടി അടിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ ഈ കോടി ക്ലബിന്റെ കണക്കുകളൊക്കെ നിർത്തുന്നതായിരിക്കും നല്ലത്. കാരണം മോഹൻലാൽ ഇതിന്റെ ടോപ്പിലേക്ക് റീച്ച് ചെയ്ത് കഴിഞ്ഞില്ല. സച്ചിനൊക്കെ പറയുന്ന പോലെ സച്ചിൻ ഒരു റെക്കോർഡ് ഇട്ട് കഴിഞ്ഞു, ഇനി അതിന് മണ്ടയ്ക്ക് റെക്കോർഡ് ഇടാൻ പാടാം. അതുപോലെ തന്നെയാണ് മോഹൻലാൽ റെക്കോർഡിൻ്റെയൊക്കെ ബെഞ്ച്മാർക്കിൻ്റെയൊക്കെ ടോപ്പിൽ എത്തിക്കഴിഞ്ഞു. ഇനി അതിന് മുകളിലേക്ക് സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി കഷ്ടപ്പാട് തന്നെയാണ്. പിന്നെ സിനിമയാണ്, ഈ പറഞ്ഞ പോലെ നമുക്ക് എന്ത് സംഭവിക്കുക, ഒരു ഗംഭീര സിനിമ വന്ന് ആർക്കും എന്ത് സംഭവിക്കും. പക്ഷെ മോഹൻലാൽ ഇപ്പോഴത്തെ രീതിയിൽ മോഹൻലാൽ തന്നെയാണ് കോടി ക്ലബ്ബുകളുടെ രാജാവ്.